ഇത് നമ്മുടെ ബില്ലിൻ്റെ കൂടെ നമുക്ക് കൊടുക്കണം. ഇതിൻ്റെ ക്ലോസ് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. ഹലോ സാർ. ആ ആണോ? ഓക്കെ സാർ, ഇവിടെ ഉണ്ടാവും. ഓ ചമ്പ പ്രൊഡ്യൂസറെ വിളിച്ചിങ്ങോട്ട്. പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇത്രയും ദിവസമായിട്ട് ലൊക്കേഷനിലോട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാ. അല്ല, പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പത്രക്കാർ ഇവിടെ വരുന്നുണ്ടാവും. എവിടെ ഫോട്ടോ എടുക്കണോ അവിടെ ചാടി വെക്കണ ആളാ മൂപ്പര്. അഴകിയ രാവണന ഇപ്പൊ വരും. നമസ്കാരം സാർ. നമസ്കാരം മോർണിംഗ് മോർണിംഗ് മോർണിംഗ്. സാറ് ഒരു കാത്തിരിക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? നന്നായിട്ട് നടക്കും സാർ. ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതാണ് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്. ചാറ് ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ചാറിന്റെ പൂറ്റി കിടക്കണ കംപ്ലീറ്റ് ബാറും ഓപ്പൺ ആയല്ലോ അല്ലേ? ബാറൊക്കെ തുറക്കാൻ പോണു. അതല്ലേ സന്തോഷമാണ്. കുറെ സീനൊക്കെ ആയില്ലേ? അതെ അതെ അതെ. ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയോ പരിഭവം ഉണ്ടോ? എല്ലാവരും ഹാപ്പിയാണ് സാർ. സെറ്റ് കംപ്ലീറ്റ് ഹാപ്പി. അത് ചോദിച്ചറിയാനാണ് ഞാൻ വന്നത്. എല്ലാവരും ഹാപ്പിയാണല്ലോ. ഞാനിങ്ങനെ മഴയുടെ കുറച്ച് ശല്യങ്ങളുണ്ടായിരുന്നു. മഴ അതിപ്പോ മാറിയിരിക്കല്ലേ? ഞാൻ വന്നാ മഴ മാറും. എല്ലാവരും ഹാപ്പിയല്ലേ? ഞാന് ഈ ബാറ് തുറക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ബാറ് തുറക്കുമ്പോൾ നിറച്ച് കാശ് വരും. കാശ് വരുമ്പോൾ നമ്മുടെ സന്തോഷം ചാറിന്റെ സന്തോഷമാണ് നമ്മളെ സന്തോഷമില്ലേ? നമ്മള് കാശ് ഇങ്ങനെ അടുക്കി ഈ നോട്ട് മെഷീൻ വെച്ച് എണ്ണുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. മനസ്സിൽ ആലോചിച്ചൊരു സന്തോഷം ഉണ്ടോ എന്ന് നോക്കി ഒന്ന് ചിരിച്ചേ. എല്ലാരും ഒന്ന് ചിരിച്ചേ. പൈസ ഇങ്ങനെ കൈ നിറച്ചും പൈസ വന്ന ആർക്കാ സന്തോഷം ചേർത്ത്? പത്രക്കാർ വരുമ്പോ ഫോട്ടോ ഇടുമ്പോ ചാടി വരുന്ന ഇവളല്ലേ? പത്രക്കാര് വരുമ്പോ ചാടി വീണ ആളാണെന്ന് ആരാ ഇപ്പൊ പറഞ്ഞത്? അരമണിക്കൂർ മുമ്പ് ആര് പറഞ്ഞത്? ഈ ചേട്ടനാ പറഞ്ഞത്. അങ്ങനെയല്ല, സാറിന്റെ മുഖം നല്ല മുഖമാണ്, ഫോട്ടോ എടുക്കാൻ നല്ല രസം ഉണ്ടാവും എന്നല്ലേ? തമ്പി, ഇത് നിങ്ങളുടെ പ്രൊഡക്ഷനില് ചാർജുള്ള ആള് എന്റെ സ്വന്തം ആളാ. എന്റെ ഷാപ്പിൽ കറി വെക്കണവനാ. യവനാ ഞാനിവിടെ നിർത്തിയിരുന്നത്. യവ അപ്പോഴപ്പോഴായിട്ട് വിവരങ്ങൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് ശരി, നിങ്ങൾ സാറിന്റെ ചാരനല്ലേ? നിങ്ങൾ അവിടെ ഇവിടെ പോയി ചാരി നിൽക്കുമ്പോ ഞാൻ നമുക്ക് മനസ്സിലായി കേട്ടോ നിങ്ങളൊരു ചാരനാന്നില്ലേ. പബ്ലിസിറ്റി, എനിക്ക് കാശ് മുടക്കുന്നതിന് പബ്ലിസിറ്റി കിട്ടുന്നതിൽ എന്താ കുഴപ്പം? എന്താ അഴകിരാവണേ? അത് സാറിന് നല്ല പേര് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല പേരാണ് അഴകിരാവണേ. ഞാൻ അഴകിരാവണെന്ന് വിളിച്ച് മമ്മൂട്ടിയുടെ സിനിമ ആയതുകൊണ്ടാണ്. കളിയാക്കി വിളിച്ചല്ലോ. നീ അഴകിരാവണം കേട്ടാ. നിന്റെ അപ്പൂപ്പ അഴകിരാവണം, നിന്റെ അമ്മാവ് അഴകിരാവണം, നിന്റെ അമ്മായി അപ്പം അഴകിരാവണം. കുറെ ദിവസം നിങ്ങൾ അങ്ങ് ചാർജ് ഏൽപ്പിക്കാന്ന് വിചാരിച്ചു. ഇവൻ എല്ലാം വിളിച്ച് പറഞ്ഞു. ഇവൻ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കും, ഈ പടം തുടങ്ങാൻ നേരത്തെ നീ എന്താ പറഞ്ഞത്? ചാനലുകാര് എന്റെ വീട്ടിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നു. തന്നെ തന്നെ ഏത് ചാനലുകാരടാ എന്റെ വീട്ടിലൊന്ന് ക്യൂ നിൽക്കുന്നു? എന്റെ പടം എടുക്കാൻ നീ ഡയറക്റ്റ് ചെയ്യണ്ട. നീ പറഞ്ഞു എല്ലായിടത്തിലും വെച്ചിട്ടുണ്ട്. എവിടെയാടാ എഴുത്താരെവിടെ? സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്ന സർപ്പം വരും. വരട്ടെ, അവൻ്റെ അടുത്തും ചോദിക്കണം. നില്ല് നീ ഇങ്ങോട്ട് നോക്ക്. എടാ, ഇതിന്റെ ഈ ചാനൽ സംപ്രേഷണാവകാശം നേടാനായിട്ട് ചാനലുകാർ എന്റെ വീട്ടിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നു. നീ പറഞ്ഞോ ഇല്ലേ? ഞാൻ പറഞ്ഞു. അതേപോലെ ബാംഗ്ലൂരും ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ ഈ പടം കാണിക്കാൻ വേണ്ടി അവിടുത്തെ തിയേറ്ററുകാർ എന്റെ വീട്ടിൽ ക്യൂ നിൽക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ ഒരാൾ വന്നോ?
വന്നില്ലെന്ന് മാത്രമല്ല നിന്റെ ഒരു കളി തമ്പി കാരണം എനിക്ക് മനസ്സിലായി. അയ്യോ എന്ത് കളി? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ഷൂട്ടിംഗ് തുടങ്ങി പിറ്റേ ദിവസം ഒരു കള്ള കോള്. സാർ ഞാൻ മറ്റേ ചാനലിൽ നിന്നാണ്, സാറിന്റെ പടം നല്ല എമൗണ്ട് ഞങ്ങൾ എടുത്തോളാം. നമ്പർ നോക്കി യവനെ വിട്ട് ഞാൻ ട്രേസ് ചെയ്യിച്ച് എക്സ്ചേഞ്ചിൽ നമുക്ക് ആളുണ്ട്. യവന്റെ ഒരു അനന്തരവനെ വിട്ടാണ് വിളിപ്പിച്ചിരിക്കുന്നത്, ചാനലിന്റെ ആളെ. സാറിനെ ഒന്ന് ഇംപ്രവൈസ് ചെയ്യിക്കാനുള്ള ഇംപ്രവൈസ് ചെയ്യിക്കാൻ നീ പറഞ്ഞില്ലേ ബാംഗ്ലൂര് പിന്നെ പടം കളിക്കുന്നു. ഞാൻ ഈ ബോംബെയിലൊക്കെ വേറെ സിനിമ കളിക്കുന്നല്ലേ പറഞ്ഞ, മുമ്പ് സിനിമ കളിക്കുന്നു പറഞ്ഞില്ലല്ലോ. നമ്മുടെ പടം കളിക്കും സാറ്, തുടങ്ങിയാൽ മതി, അവര് ക്യൂ നിൽക്കുന്നു പറഞ്ഞില്ലേ. പിന്നെ അതിന് മറുപടി പറഞ്ഞതിൽ പറയാനുണ്ടോ? സാറേ സാർ നമ്മുടെ പടം ഇനി പൂർത്തിയാവാനുണ്ടല്ലോ, സാറ് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. പടം തുടങ്ങി ഒരാഴ്ചക്ക് ചാനൽ ബിസിനസ് ആവുന്നല്ലേ നീ പറഞ്ഞത്? അല്ല അതാണ്, പക്ഷെ ഇപ്പൊ ചാനലുകാർ ഇപ്പൊ പ്രശ്നങ്ങൾ ഇപ്പൊ അവർ പടം ഇറങ്ങിയതിനു ശേഷം മാത്രമേ ചാനൽ എടുക്കൂ. ഇപ്പൊ ആദ്യം പറയാത്തത് ഞാൻ ചാനലുകാരോട് ഞാൻ ചോദിച്ചു, ഓരോ ചാനൽ ആദ്യം നീ ക്യൂ നിൽക്കുമെന്ന് പറഞ്ഞു. ആൾക്കാര് വന്ന് എന്റെ വീട്ടിന്റെ മുന്നില് സാറിന് ചൂട് കട്ടൻ ചായ കൊടുക്ക്. വേണ്ട വേണ്ട, ചൂടുവെള്ളം ഇവിടെ വന്ന് തന്നെ ഇവിടെ സാംക്രമിക ഒരു രോഗത്തിന്റെ അവസ്ഥയാണ്. ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ചാനലുകാർ എന്റെ വീട്ടിന്റെ മുന്നിൽ ക്യൂ നിൽക്കണ്ട, ഒരു ഫോൺ കോൾ വരട്ടെ, അതും വന്നില്ല, പോട്ടെ. ഞാൻ അവരുടെ ചാനലിന്റെ ഓഫീസ് എല്ലാം കയറി ഇറങ്ങി നടന്നു. ഈ തമ്പിയായിട്ട് കയറി ഇറങ്ങി നടന്നു. ഞാൻ നമസ്കാരം. ആദ്യം ഗമയിലേക്കാണ് പറഞ്ഞത്, ഞാൻ അബ്കാരി അംബുജാക്ഷൻ ഡിക്രൂസിനെ വെച്ചൊരു പുതിയ പടം എടുക്കുന്നു, നിങ്ങൾക്ക് ചാനൽ അവകാശം വേണമെങ്കിൽ തരാം. സാറ് അബ്കാരി അംബുജാക്ഷൻ എന്ന് പറഞ്ഞ സാറിനൊരു വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റിൽ എല്ലാരും കയറ്റി എടുത്തു. ഈ ഡിക്രൂസ് എന്ന് പറയുന്ന സമയത്താണ് പ്രശ്നമാവണേ. അതായത് ഇപ്പോഴാണോ നീ പറഞ്ഞത്? കൂടെ നിന്നിട്ട് നീ കുഴി തോണ്ട് കേട്ടോടാ. കൊള്ളാം. അവര് ചാനൽ ഓഫീസിൽ ചെന്ന് ഞാൻ ചോദിച്ചു, ഇതേപോലെ ഡിക്രൂസ് സാറിന് വെച്ച് പടം എടുക്കാൻ എത്ര എമൗണ്ട് കിട്ടും സാറേ? നല്ല എമൗണ്ട് കിട്ടുമായിരിക്കില്ല എന്ന് വെച്ചപ്പം എമൗണ്ടിന്റെ കാര്യം പോട്ട്, പടം ഞങ്ങൾക്ക് വേണ്ട. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു, നിന്റെ പേരും ഒക്കെ എല്ലാം കുറിച്ച് കൊടുത്തു. വലിയ നീ ഒക്കെ അങ്ങനെയല്ലേ പറഞ്ഞു, എന്റെ ഡീറ്റെയിൽസ് കൊടുത്ത് അവർ ഉടൻ തന്നെ അങ്ങ് ഒരു മാർക്ക് ഇടും, എന്നിട്ട് ഭയങ്കര എമൗണ്ട് ആയിരിക്കും, പുലിമുരുകന്റെ എമൗണ്ടിന് പോകുന്നാണ് അവൻ പറഞ്ഞത്. നീ പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞോ ഇല്ലേ? അതാണ് ചോദിച്ചത്. പുലിമുരുകന്റെ എമൗണ്ടിന് ഈ ചാനൽ ബിസിനസ് ആവുന്ന നീ പറഞ്ഞോ? സാറേ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും ആട്ടപ്പടമായാലും അത് ഹിറ്റാവുന്നില്ല പ്രാർത്ഥിക്കും. ഇപ്പൊ ഞാനും വിചാരിച്ചു ഈ പടം ഹിറ്റാവുന്ന എനിക്ക് പ്രതീക്ഷയുണ്ട് സാറേ. നീ ഇന്റർവ്യൂ കൊടുത്ത എന്തോന്ന്, ഈ പടം മറ്റൊരു ബാഹുബലി ആയിരിക്കും? ആവും. അത് എന്റെ സിനിമ മറ്റൊരു ബാഹുബലിയാണ്. നീ മനസാക്ഷിയെ കൈവച്ച് പറയടാ, ഇതൊരു ബാഹുബലി ആവോ? ഇത് എവളുമാരെ വെച്ചെടുത്ത പടം ബാഹുബലി. ഇത് ഇവിടത്തെ ബാഹുബലി. ഇതിരിക്കണ്ട തന്നെ, ഇതൊക്കെ ബാഹുബലി. ഇത് ആര്? തമന്യ? ഇത് അനുഷ്ക ഷെട്ടിയാ? ഇതിന്റെ കാര്യത്തിലോട്ട് വരാം, അവിടെ നിൽക്കട്ടെ. അപ്പൊ ബാഹുബലിയാണെന്ന് നീ പത്രക്കാരുടെ പറഞ്ഞില്ലേ? മറ്റൊരു അങ്ങനെ ബടായി അടിക്കേണ്ട കാര്യമുണ്ട്. അത് കാരണം എനിക്ക് ആ പടം മാനനഷ്ട കേസ് വരാൻ പോവാണ്, അറിയാമോ? ബാഹുബലിക്കാർ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ പാടും. നിന്റെ ഈ വീറപ്പടം ബാഹുബലിയെക്കാളും വെല്ലുന്ന ബിസിനസ്സാണ്. എല്ലാത്തിനും വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാത്തിനും വെച്ചിട്ടുണ്ട്. എല്ലാരെ കുറിച്ചുള്ള വിവരം തമ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ ഈ തമ്പിയണ്ണൻ സാറിന് ഷാപ്പിലെ കറിവെപ്പാരല്ലേ? കറിവെപ്പാരനൊന്നുമില്ല, അവനുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. കാണുമ്പോഴേ കണ്ടം പൂച്ച മുഖം വെച്ച് നിൽക്കുമോ? വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഒറ്റ മോശം ഞങ്ങളുടെ കൂടെ ഇത്രയും നാളെ ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് ഞങ്ങൾ ഇദ്ദേഹത്തെ സ്നേഹിച്ചേ ഉള്ളൂ, അറിയാമോ? എന്നിട്ട് ഞങ്ങൾക്ക് പണി. നീ സ്നേഹിക്കുന്നതിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നിന്നെ ഞാനും സ്നേഹിച്ചു, അതുകൊണ്ടല്ലേ ഈ കാശ് മുടക്കാൻ തീരുന്നു. ചാറിനൊരു കാര്യം അറിയാം, ചാറിന് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ ഇച്ചങ്ങയ്യ. നമ്മളൊരു കുറ്റം പറഞ്ഞ സമയത്ത് ഓ നിങ്ങളെ 100 കുറ്റം പറയൂ. എനിക്കറിയാം, ഞങ്ങൾ ഒരു കുറ്റം പറയുമ്പോ 100 എണ്ണം പറയും നിങ്ങളെ പറഞ്ഞു. എനിക്കറിയാം, അവനെ ഞാൻ 2 എണ്ണം പൊട്ടിക്കും എന്നാണ് നീ വിചാരിക്കുന്നത്. എടാ ഞാൻ പറഞ്ഞിട്ടാണ് അവൻ എന്നെ കുറ്റപ്പെടുത്തിയത്. നിന്റെ വാർത്ത പിടിക്കാനുള്ള ഒരു തന്ത്രമാണത്. ഒരു കാര്യം ചോദിക്കട്ടെ, ചാനലിൽ ചെല്ലുമ്പോൾ ഭയങ്കര രാജകീയ സ്വീകരണമായിരിക്കുന്നല്ലേ നീ പറഞ്ഞത്? ഒരു ചാനലിൽ നിന്നും ഇതിന്റെ 10 പൈസ പോലും തരില്ല, പടമേ വേണ്ട എന്ന് പറഞ്ഞു. ഒരു ചാനലുകാർ അവിടെ ചെന്നപ്പോൾ ഉള്ള അനുഭവമാണ് എനിക്ക് ഏറ്റവും വിഷമമുണ്ടായത്. ചായ കൊണ്ടുവന്നു, സന്തോഷത്തോടെ ഞാൻ വിചാരിച്ചു അവിടെയെങ്കിലും ബിസിനസ് നടക്കുന്നു. എവനും ഉണ്ട്, ചായ കൊണ്ടുവന്നു, ചായ കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബില്ല് വന്നിരിക്കുന്നു 10 രൂപ. അത് ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുവന്ന ചായ. നാണക്കടല്ലേ, അബ്കാരി അംബുജാക്ഷം ഒരു ചായ കുടിച്ചതിന്റെ ബില്ല് 10 രൂപ. ഇതുവരെ ചരിത്രം ഉണ്ടായിട്ടില്ല. ഞാൻ കാട്ടാക്കട കേബിൾ വിഷനിലും നമ്മുടെ ആര്യനാട് VCBയിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
3000 രൂപയ്ക്ക് എൻ്റെ പടം കൊടുക്കാം അല്ലേ? കട്ടാക്കട ആ കേബിൾ വിഷൻ നീ പറഞ്ഞിട്ട് ഞാൻ പോയി. 3000 രൂപ തരാമെന്നവർ. എടാ 3000 രൂപ ഒരു ദിവസത്തെ നിന്റെ ആഹാരത്തിൻ്റെ കാശാവുമോ? നീയൊക്കെ വിട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. ഈ 3000 രൂപ നമ്മുടെ കേരളത്തിലുള്ള മൊത്തം ചാനലിൽ വിട്ടടി 3000 വെച്ച് നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ. അത് രാവിലെ ഞാൻ ചോദിക്കട്ടെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞാൽ നിനക്കെന്നോടാ ഏത്തപ്പഴം? രാവിലെ നീ ഇഡ്ഡലി പുട്ടും പൂരിയൊക്കെ കഴിക്കണില്ലേ? അരമണിക്കൂർ കഴിഞ്ഞാൽ എന്തിന് 2 ഏത്തപ്പഴം? തിന്നത് ദഹിക്കാനായിട്ട്. ദഹിക്കാൻ വേണ്ടി ഏത്തപ്പഴം കഴിക്കുന്നത് ലോകത്ത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ആഹാരം കഴിച്ചത് ദഹിക്കാൻ വേണ്ടി ഇവന് ഏത്തപ്പഴം കഴിക്കണമെന്ന് നിങ്ങൾ പറയണം. ആഹാരം കഴിച്ചത് ദഹിക്കാനാണോ അവിടെ ഏത്തപ്പഴം കഴിക്കുന്നത്? എന്താ ഏത്തപ്പഴം? പിന്നെ നിനക്ക് മാത്രം എന്താണ് ഈ പേപ്പർ പൊതിഞ്ഞ് വെച്ച ജ്യൂസ് കൊണ്ടുവരണം നിനക്ക് മാത്രം? കൊതിയോടായിരിക്കും. ഒരു ദിവസം നീ ജ്യൂസിന് പകരം ബിയർ കുടിച്ചില്ലേ? അതും പറഞ്ഞു കൊടുത്തല്ലേ? സെറ്റിൽ വെച്ച് ബിയർ കുടിക്കാം. എനിക്ക് അബ്കാരി ബിസിനസ്സാണ്, ബാർ തുറക്കാൻ പോകുന്നുള്ളൂ. അതിന്റെ സന്തോഷം എനിക്കുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഓഫീസിൽ നിന്ന് മദ്യപിച്ചിട്ടില്ല. സാറേ തമ്പിയാണ് എനിക്ക് കൊണ്ടു തന്നത്. തമ്പി എന്നോട് പറഞ്ഞു, നീ ചോദിച്ചിട്ടല്ലേ കൊണ്ടുവന്നത്? അതെ, തമ്പി എന്നോട് പറഞ്ഞു ബിയർ വേണമെന്ന് ചോദിച്ചു. സാർ പറഞ്ഞ കുഴപ്പമില്ലെന്ന് പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോളാൻ പറയുന്നുണ്ട്. അപ്പൊ ആ വിശ്വാസത്തിലാണ് തമ്പി എടുത്ത് ഞാൻ പറഞ്ഞത്. നീ ആദ്യം ചോദിച്ചപ്പാണ് കൊണ്ടുവന്നല്ലേ? നീ എന്തിനു ചോദിച്ചു? സാറിനൊരു കാര്യം അറിയോ? ഇവന് ഏത്തപ്പഴം വേണമെന്ന് അറിഞ്ഞില്ലേ? ഇവന് ഒരു ദിവസം ഏത്തപ്പഴം കൊണ്ട് കൊടുക്കാൻ ഒരിത്തിരി വൈകിട്ട് ഇവിടെ പുതിയ വന്ന ആ ചെക്കനില്ലേ, ആ ചെക്കൻ്റെ തന്തക്ക് വിളിച്ചുവേ. ഇങ്ങനെയുണ്ട് ഏത്തപ്പഴം കിട്ടാത്തതിന് അവന്റെ തന്തയ്ക്ക് വിളിച്ചില്ലേ? നേരെ പോലെ ഫുഡ് പോലും തരില്ല. ഞാനാണ് നിനക്ക് വെച്ചുകളാൻ പറ്റുന്നത്. ഞാനാണ് അത് ശരി. ഇപ്പൊ ഡയറക്റ്റായിട്ടുള്ള എല്ലാവരും എന്റെ തറയെ കൊണ്ടേ കയറിക്കും. ഫുഡിന്റെ നീയൊക്കെ ഇങ്ങനെ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്ന അവർക്കൊക്കെ എങ്ങനെ ആഹാരം കിട്ടും? പക്ഷെ നിന്നെ കണ്ടിട്ട് ആഹാരം കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അത് മാത്രം ഞാൻ പറയാം. തെന്നിന്റെ വന്നിട്ട് ചക്കക്കുരു മെഴുക്കോട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഒരു ദിവസം പട്ടിണി നടന്നോളാം. അറിയാമോ? തെന്നിന്റെ നടിയെന്ന് പറഞ്ഞു. അതുപോട്ടെ അതിലേക്ക് വരാം. അതിലേക്ക് വരാം, കാര്യങ്ങൾ വരാം. ആ ഏരിയയിലോട്ട് പോട്ടെ. ആദ്യം ചാനലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയിട്ട് എന്താണ് ചാനലിന്റെ ബിസിനസ് ആവുമോ? സാർ ഞങ്ങളിവിടെ നിന്നോ. സാർ ഇപ്പൊ ഇങ്ങനെ ഒന്ന് നമ്മളിപ്പോ ഷൂട്ടിങ് പകുതിയായപ്പോ ഈ തളർത്തുന്ന വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോസിറ്റീവ് എനർജി പോവുകയാണ്. എല്ലാ ചാനലുകാരും എന്റെ അടുത്ത് ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ അംബുജാക്ഷൻ സാറിന് വട്ടുണ്ടോ ഡിക്രൂസിനെ വെച്ച് പടം എടുക്കാൻ? അത് അസൂയാലുകൾ പറയുന്നതാണ് സാറ്. ചാനലുകാർക്കെല്ലാം നിന്റെ അടുത്ത് എന്തിനാ അസൂയ? സാറ് നല്ല നല്ല പടങ്ങൾ കയറി ഹിറ്റായി. ഏത് പടം ഹിറ്റായി? അത് നിന്റെ പടം ഏത് പടം ഇറങ്ങി? ഏത് പടം ഹിറ്റായി? ഏട്ടോടെ ഇറങ്ങിയിട്ടുണ്ട്. ഏട്ടോടെ ഇറങ്ങി 9 ഇറങ്ങിയല്ലേ? ഇതും കൂടെ കൂടി 10ാമത്തെ. ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഏത് പടമെങ്കിലും ന്യൂൺ ഷോ കഴിഞ്ഞിട്ട് കളിച്ചിട്ടുണ്ടോ? ന്യൂൺ ഷോ കഴിഞ്ഞിട്ട് മാറ്റിനി എല്ലാം ഞാൻ പിന്നീടല്ലേ ചാടിയതിന് ശേഷമല്ലേ അറിയണത്. ന്യൂൺ ഷോ കളിക്കും, പിന്നെ പടം മാറ്റും. വേറൊരു കട ഏറ്റവും ലാസ്റ്റിൽ ഇറങ്ങിയ പടമാണ് എനിക്ക് ഏറ്റവും വിഷമമായി പോയത്. ഇന്റർവെല്ലിൽ നിർത്തി കളഞ്ഞു. അല്ല, ഇന്റർവെൽ വരെ കണ്ടോണ്ടിരുന്ന ഒരാൾ അയാൾ ഇറങ്ങി ഇന്റർവെല്ലിൽ ഇറങ്ങിപ്പോയി. പ്രൊജക്ടർ ഓപ്പറേറ്റർ പടം നിർത്തി. വെറുതെ എന്തിന് AC കറണ്ട് ചാർജും ഒക്കെ അതിന്റെ ബില്ല് അങ്ങോട്ട് കൊടുക്കേണ്ടി. ആ പ്രൊഡ്യൂസറെ ഞാൻ കണ്ട്. എന്താ അതിന്റെ പേര്? ആ പടത്തിന്റെ ലാസ്റ്റ് പടത്തിന്റെ പേരെന്താ? പേരും പറഞ്ഞു. ഓണത്തുമ്പിക്കൊരു ഊഞ്ഞാല്. തിയേറ്ററിൽ ഊഞ്ഞാലാടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഒരു 100 ഊഞ്ഞാലിടാം. കാരണം ആരില്ല. ഓണത്തുമ്പിക്കൊരു ഊഞ്ഞാൽ ഏത് സമയത്തുകൊണ്ട് നീ പടം ഇറക്കിയത്? റംസാൻ. പേര് ഓണത്തുമ്പിക്കൊരു ഊഞ്ഞാലവും കൊണ്ട് ഇറക്കിയ റംസാൻ. ഇതിന് ഈ ജാതി മതമൊന്നുമില്ല. ഓണത്തുമ്പി റംസാൻ എന്തോ പറക്കൂല്ലേ? പറ്റൂലെന്നുള്ളത് തെളിഞ്ഞ്. അതിനേക്കാളും വലുത് ഇന്റർവെൽ വരെ സൈറ്റ് ഇരുന്നവന് അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ സ്വീകരണം കൊടുത്ത്. ഇന്റർവെല്ലിന് വരെ ഇരുന്ന് കണ്ടില്ലേ? നീയെങ്കിലും ഇന്റർവെല്ലിന് വരെ ഇരുന്ന് കണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരുത്തന് സ്വീകരണം കൊടുത്തു. ആ വലിയ സ്വീകരണം. അത് മലയാള സിനിമയിലെ കോക്കസ് കളിയാണ് സാർ. എന്റെ സിനിമ എന്നെയും എന്റെ സിനിമയും മലയാള സിനിമ വളർത്തിക്കൊണ്ടുവരില്ല. അതിന് പ്രത്യേക കോക്കസ് ഉണ്ട് ഇവിടെ. അവരാണ്